ക്രിസ്തുരാജനേശുവിന്റെ രാജത്വത്തിരുനാൾ. തെക്കേ ഇന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് മാദ്രദേ ദേവൂസ് ദേവാലയത്തിലെ ഈ വർഷത്തെ ക്രിസ്തുരാജ്യത്വ തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ നേടുവാൻ ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അനുഗ്രഹദായകമായ ഈ സുദിനം നമുക്കായി അണിയിച്ചൊരുക്കിയ രാജാതിരാജനായ ക്രിസ്തുരാജന് പ്രണാമം. മാദ്രദേ ദേവൂസ് വെട്ടുകാട് ഇടവകയിലെ ഈ വർഷത്തെ ക്രിസ്തുരാജ്യത്വ തിരുനാൾ മഹാമഹത്തിന് നാന്ദി കുറിക്കുന്ന കൊടിയേറ്റ് കർമ്മങ്ങൾ ആരംഭിക്കുകയായി. ഇപ്പോൾ പതാക പ്രദക്ഷിണം ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ക്രിസ്തുരാജാ രാജാധിരാജാ നീ വരില്ലേ എൻ്റെ ഹൃത്തിൽ എന്നുമെൻ്റെ കൂടെ വാഴാൻ. ക്രിസ്തുരാജാ രാജാധിരാജാ നീ വരില്ലേ എൻ്റെ ഹൃത്തിൽ എന്നുമെൻ്റെ കൂടെ വാഴാൻ. 2019 ക്രിസ്തുരാജ്യത്വ തിരുനാൾ വിളംബരം ചെയ്തുകൊണ്ട് വാനിലേക്ക് ഉയർത്തുവാൻ പോകുന്ന ക്രിസ്തുരാജ പതാക ഇടവക ജനങ്ങളുടെ പ്രതിനിധികളായ ബഹുമാനപ്പെട്ട പാരിഷ് കൗൺസിൽ അംഗങ്ങളിൽ നിന്നും പുരോഹിതൻ ഏറ്റുവാങ്ങി ആശീർവാദത്തിനായി അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ സഭയെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മ ചൈതന്യം ഈ പതാകയിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും കടന്നു വരുന്നതിനായി ആത്മാവേ ചൈതന്യമേ എന്ന് തുടങ്ങുന്ന പരിശുദ്ധാത്മ ഗാനം ഗായക സംഘം ആലപിക്കുന്നു. അനുഗ്രഹധാരയാൽ
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങ് അനുഗ്രഹം യാചിച്ചു നിൽക്കുന്ന ഈ ഭക്തജനങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിനെ ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്ന ഈ പതാകയെ കാരുണ്യപൂർവ്വം ആശീർവദിക്കണമേ. ഞങ്ങളുടെ ജീവദുഃഖങ്ങളെയും നൊമ്പരങ്ങളെയും ഈ പതാകയോടൊപ്പം അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഈ ക്രിസ്തുരാജ പതാക ഉന്നതങ്ങളിലേക്ക് ഉയരുന്നതോടെ അനുഗ്രഹപൂമഴ ഈ ജനപദങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ ഞങ്ങളുടെ ദുഃഖങ്ങളും രോഗങ്ങളും പരാധീനതകളും മാറ്റി സന്തോഷവും സമാധാനവും ജീവിത സംതൃപ്തിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുകൊള്ളണമേ. നിർമ്മലവും വിശുദ്ധവുമായ തീർത്ഥജലം തളിച്ച് ധൂപാർച്ചന നടത്തി മിശിഹായുടെ പ്രതിപുരുഷനായ പുരോഹിതൻ ആശീർവദിച്ച തിരുനാൾ പതാക ക്രിസ്തുരാജ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കൊടിയേറ്റ് വേദിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി പുരോഹിതൻ മാലാഖമാർക്ക് കൈമാറുന്നു. പതാക പ്രദക്ഷിണം ക്രിസ്തുരാജ തിരുസന്നിധിയിലേക്ക് നീങ്ങുന്ന ഈ ധന്യ നിമിഷങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമാക്കുന്നതിനായി അനന്ത സ്നേഹ സാമ്രാജ്യം വാഴും രാജാതിരാജന്റെ തിരുനടയിൽ എന്ന ഗാനം ഗായക സംഘം ആലപിക്കുന്നു. അനന്ത സ്നേഹ സാമ്രാജ്യം വാഴും രാജാധിരാജന്റെ തിരുനടയിൽ ഞാനൊന്നു നിൽക്കട്ടെ ഒരു നിമിഷം. ധന്യമാ ഈ പുണ്യസാഗര തീരത്ത് ക്രൂശിൻ തണലിൽ ഞാനിരിക്കുമ്പോൾ ക്രൂശിത നീ കൂടെ ഉണ്ടാകണേ. ക്രൂശിൻ തണലിൽ ഞാനിരിക്കുമ്പോൾ ക്രൂശിത നീ കൂടെ ഉണ്ടാകണേ. എന്നാത്മനൊമ്പരങ്ങൾ ഏറിടുമ്പോൾ കുരിശോടു ചേർത്തന്നെ പുൽകിടണേ. എന്നാത്മനൊമ്പരങ്ങൾ ഏറിടുമ്പോൾ കുരിശോടു
അന്തരാത്മാവിൻ ഏകാന്തതയിൽ മനസ്സിനു കുളിരായി വന്നിടണേ. അന്തരാത്മാവിൻ ഏകാന്തതയിൽ മനസ്സിനു കുളിരായി വന്നിടണേ. ആശ നിരാശയായി മാറിടുമ്പോൾ മാറോടും ചേർത്തെന്നെ കഴുകിടണേ. ആശ നിരാശയായി മാറിടുമ്പോൾ മാറോടു ചേർത്തെന്നെ കഴുകിടണേ. രാജാ, ക്രിസ്തു രാജാ, ദിവ്യസ്പർശന സുഖമേകണേ. ദിവ്യസ്പർശന സുഖമേകണേ. അനന്ത സ്നേഹ സാമ്രാജ്യം വാഴും രാജാധിരാജന്റെ തിരുനടയിൽ ഞാനൊന്നു നിൽക്കട്ടെ ഒരു നിമിഷം. ധന്യമാ ഈ പുണ്യസാഗര തീരത്ത് ആനന്ദ സ്നേഹ സാമ്രാജ്യം വാഴും രാജാധിരാജന്റെ തിരുനടയിൽ ഞാനൊന്നു നിൽക്കട്ടെ ഒരു നിമിഷം. ധന്യമാ ഈ പുണ്യസാഗര തീരത്ത്. അനന്ത സ്നേഹ സാമ്രാജ്യം വാഴും രാജാധിരാജന്റെ തിരുനടയിൽ ഞാനൊന്നു നിൽക്കട്ടെ ഒരു നിമിഷം. ധന്യമാ ഈ പുണ്യസാഗര തീരത്ത് ആനന്ദ സ്നേഹ സാമ്രാജ്യം വാഴും രാജാധിരാജന്റെ തിരുനടയിൽ ഞാനൊന്നു നിൽക്കട്ടെ ഒരു നിമിഷം. ധന്യമാ ഈ പുണ്യസാഗര തീരത്ത്. ക്രൂശിൻ തണലിൽ ഞാനിരിക്കുമ്പോൾ ക്രൂശിത നീ കൂടെ ഉണ്ടാകണേ. ക്രൂശിൻ തണലിൽ ഞാനിരിക്കുമ്പോൾ ക്രൂശിത നീ കൂടെ ഉണ്ടാകണേ. എന്നാത്മനൊമ്പരങ്ങൾ ഏറിടുമ്പോൾ കുരിശോടും ചേർത്തെന്നെ പുൽകിടണേ. നിന്നാത്മനൊമ്പരങ്ങൾ ഏറിടുമ്പോൾ
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്തുകൊണ്ട് നമ്മുടെ മധ്യേ നിൽക്കുന്ന ക്രിസ്തുരാജന്റെ തിരുസന്നിധിയിൽ ആശീർവദിച്ച തിരുനാൾ പതാക സമർപ്പിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിനങ്ങളെയും ഇവിടെ വരുന്ന എല്ലാവരെയും വിശദീകരിക്കണമെന്നും അവിടുത്തെ അനുഗ്രഹവർഷം അവരിൽ ചൊരിയണമെന്നും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഭക്തിയോടെ പതാക പ്രദക്ഷിണം കൊടിയേറ്റ വേദിയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ചിന്തയെയും ഹൃദയത്തെയും സ്നേഹരാജനായ ക്രിസ്തുവിലേക്ക് ഉയർത്തുന്നതിനായി ഗായക സംഘം യേശു നായകനെ എന്ന ഗാനം ആലപിക്കുന്നു.
മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്ന ഈ വീതിയിൽ മാലാഖമാർ പൂക്കൾ വിതറുമ്പോൾ അന്ന് ജെറുസലേം നഗരനിരത്തിൽ യുദ്ധം ജയിച്ചെത്തുന്ന രാജാവിനെന്ന പോലെ ജയവിളികൾ മുഴക്കി ഒലിവില കൊമ്പുകൾ വീശി വസ്ത്രം വിരിച്ച് ഓഷാന, കർത്താവിന് ഓഷാന എന്ന ആർപ്പ് വിളികൾ മുഴക്കിയ ആ സ്മരണ പുതുക്കി ക്രിസ്തുരാജനെ പാടി സ്തുതിക്കാം. ക്രിസ്തുരാജാ, നീതിരാജാ, സ്നേഹരാജാ, വിനയരാജാ, ആർദ്രരാജാ, സൗഖ്യരാജാ, വാസം ചെയ്യാൻ വന്നിടുക. ക്രിസ്തുരാജാ, നീതിരാജാ, സ്നേഹരാജാ, വിനയരാജാ, ആദരരാജാ, സൗഖ്യരാജാ, വാസം ചെയ്യാൻ വന്നിടുക. ജീവന്റെ ഉറവയായി ഒഴുകുവെന്നിൽ, ജീവന്റെ ഉറവയായി ഒഴുകുവെന്നേ. ജീവന്റെ ഉറവയായി ഒഴുകുകെന്നിൽ, ജീവന്റെ ഉറവയായി ഒഴുകുകെന്നേ. ജീവന്റെ അപ്പമായി വന്നിടുക, കുറിച്ചേകും ജീവിതമായി തീർത്തയെന്നേ. ജീവന്റെ അപ്പമായി വന്നിടുക, കുറിച്ചേകും ജീവിതമായി തീർക്കയെന്നേ. ക്രിസ്തുരാജാ, നീതിരാജാ, സ്നേഹരാജാ, വിനയരാജാ, ആർദ്രരാജാ, സൗഖ്യരാജാ, വാസം ചെയ്യാൻ വന്നിടുക. കാതലൊരുക്കുന്ന സ്നേഹനാഥാ, മാതൃത്വത്തിൻ സ്നേഹലാളനമേ. കാതലൊരുക്കുന്ന സ്നേഹനാഥാ, മാതൃത്വത്തിൻ സ്നേഹലാളനമേ. കരുണതൻ ബലിയായി തീർത്ത എന്നെ, നിൻ പാദപൂജിതനായി മാറ്റിടണേ. കരുണതൻ ബലിയായി തീർത്ത എന്നെ, നിൻ പാദപൂജിതനായി മാറ്റിടണേ. ക്രിസ്തുരാജാ, നീതിരാജാ, സ്നേഹരാജാ, വിനയരാജാ, ആർദ്രരാജാ, സൗഖ്യരാജാ, വാസം ചെയ്യാൻ വന്നിടുക.
ജഗനിയന്താവായ ക്രിസ്തുരാജനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനസഹസ്രങ്ങൾക്കും ആരതി അർപ്പിച്ചുകൊണ്ട് കൊടിയേറ്റ് കർമ്മത്തിന്റെ 2ാം ഭാഗം ആരംഭിക്കുന്നു. ആഘോഷപൂർണവും ഭക്തിസാന്ദ്രവുമായ ഈ അന്തരീക്ഷത്തിൽ നന്ദി നിറഞ്ഞ മനസ്സുകളോടെ ക്രിസ്തുരാജ സമക്ഷം നിൽക്കുന്ന വിശിഷ്ടാതിഥികളെ, വിശ്വാസ സമൂഹമേ, കൊടിയേറ്റ് കർമ്മങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. സത്യസനാതന സൗന്ദര്യമേ, നിത്യനിരാമയ സൗഭാഗ്യമേ, സുപ്രണാമം സുപ്രണാമം സുപ്രണാമം. വന്ദനം വന്ദനം സത്യപ്രകാശമേ, വന്ദനം വന്ദനം ജീവസ്വരൂപമേ, സാഗരം നീയേ, സമസ്തവും നീയേ, കാരണം നീയേ, കാര്യവും നീയേ. വന്ദനം വന്ദനം സത്യപ്രകാശമേ, വന്ദനം വന്ദനം ജീവസ്വരൂപമേ, സാഗരം നീയേ, സമസ്തവും നീയേ, കാരണം നീയേ, കാര്യവും നീയേ. ദാരി സനിത സനിത പദ സനിത പാപ, സരി ഗമ പദ സരി ഗമ ഗരി സ സ, പദമാ ഗമരി സാരി ഗമ ഗ ഗ.
സദ്ദ സനിത പദ്ദ പദ പമഗ പഗ പമഗ സരി ഗമരി സരി ഗമ മഗ മരി ഗമ പമ പഗ മ പദ പദ പദരി സനിത പ സരി ഗമമ്മ രിഗമ പപ്പ ഗമ പദദ്ദ പദ സരീരി സരി ഗമ ഗമ ഗരി സരി സനിധ പദ പദ സരി നീര മഗ പദ സരി ഗരി സനിധ സ രി സനിധ സ സനിധ സ നിധ സ ഗഗ രി സ നിധ ഗരി സ നിധ ഗരി സനിധ രി സനിധ പ സനിധ പദ ദ നിധ ദ നിധ ഗരി സനിധ രി സ നിധ പ സനിധ പദ ദ നിധ ദ നിധ ഗരി സനിധ രി സ നിധ പ സാരി ഗമ പ ചഞ്ചല ചിത്ത മനസ്സിലൊരിത്തിരി നീത്തിരി നീട്ടുക നീ കനിവാ ചഞ്ചല ചിത്ത മനസ്സിലൊരിത്തിരി നീത്തിരി നീട്ടുക നീ കനിവായി പങ്കില മാനസരെങ്കിലും ആവടി തേടി വരും ഇവരാദരവായി നന്മ നിറയ്ക്കുക നേരുവിടർത്തുക നാളമുയർത്തുക നാം ഇവിടെ സത്യമൊഴുക്കുക തത്വമുണർത്തുക അർത്ഥമകറ്റുക നാം ഇവിടെ ചെയ്ത് തവ നാമം മുരിയാടുവാൻ കൃപ തൂക്കി കനിവിൻ്റെ കടലാകുവാൻ തുണ ചെയ്ത് തവ നാമം മുരിയാടുവാൻ കൃപ തൂക്കി കനിവിൻ്റെ കടലാകുവാൻ വരമേകി പരസ്നേഹം തിരിയാകുവാൻ തരു ദിവ്യ വിജ്ഞാന വിനയാദികൾ സ്വാഗതം സ്വാഗതം തീർത്ഥാടക സമൂഹമേ സ്വാഗതം 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 തീർത്ഥാടക സമൂഹമേ സ്വാഗതം 2000 വർഷങ്ങൾക്ക് മുൻപ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രബോധനങ്ങളും നൽകിക്കൊണ്ട് പാലസ്തീനായിൽ ചുറ്റിസഞ്ചരിച്ച സ്നേഹരാജനായ ക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം വെട്ടുകാട്ടിൽ അനുഭവവേദ്യമായിട്ട് 77 വർഷങ്ങൾ പിന്നിട്ട നാളുകളിൽ ഇടവക സമൂഹത്തിനും വിവിധ മതസ്ഥരായ തീർത്ഥാടക സമൂഹത്തിനും അവിടുന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ എന്ന ഗാനത്തിലൂടെ ക്രിസ്തുരാജനെ മഹത്വപ്പെടുത്താം. രാജാക്കന്മാരുടെ രാജാവേ നിൻ
നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ. തിരകളുയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞു തളരുമ്പോൾ. മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. മറ്റാരുമാരുമില്ലാശ്രയം നിൻ വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ.
2019 ക്രിസ്തുരാജത്വ തിരുനാളിന് ആരംഭം കുറിക്കുന്ന ഈ സുന്ദര നിമിഷത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതാധ്യക്ഷൻ അഭിവന്ദ്യ സൂസാപ്പാക്യം മെത്രാപ്പൊലീത്ത നൽകുന്ന സന്ദേശത്തിനായി നമുക്ക് കാതോർക്കാം. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് നാനാജാതി മതസ്ഥരായ ധാരാളം ആളുകളാണ് യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയിരുന്നത്. അതിന് കാരണം യേശുവിൻ്റെ ആഹ്വാനം തന്നെയാണ്. അവിടുന്ന് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശുവിൻ്റെ ചുറ്റും തിങ്ങിക്കൂടിയിരുന്നവർ അവരുടെ മനസ്സിലെ പ്രയാസങ്ങളും ആശങ്കകളും അവശതകളുമെല്ലാം യേശുവിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുമായിരുന്നു. അവയെല്ലാം ശ്രദ്ധാപൂർവം ശ്രവിച്ച് യേശു അവർക്ക് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ധാരാളം അനുഗ്രഹങ്ങൾ നൽകി യേശു അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അവരൊക്കെ ആഗ്രഹിച്ച താൽക്കാലികമായിട്ടുള്ള ഭൗതിക നന്മകളെക്കാൾ ഉപരിയായിട്ട് നിലനിൽക്കുന്ന സ്വർഗീയ നന്മകൾ പ്രാപിക്കുവാനായി അവരെ ഉപദേശിച്ചുകൊണ്ട് യേശു അവരോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങളാദ്യം ദൈവത്തിൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അന്വേഷിക്കുവാൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങളാണ് ഈ ദിവസങ്ങളിൽ അനുഗ്രഹങ്ങൾ തേടി ദക്ഷിണ കേരളത്തിലെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ക്രിസ്തുരാജ സന്നിധിയിൽ ഒരുമിച്ച് കൂടുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, ഈ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന താൽക്കാലിക നന്മകൾ സമർത്ഥമായിട്ട് ദൈവത്തിൽ നിന്ന്, ക്രിസ്തുരാജനിൽ നിന്ന് പ്രാപിക്കുവാൻ നിങ്ങൾക്കിടവരട്ടെ എന്നത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥനയും. പക്ഷെ ഒരു പടി കൂടി കടന്ന് രക്ഷയുടെ അനുഭവം നിങ്ങളിൽ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളേവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്റ്റ് 15 പാപ്പ 1919 നവംബർ 30 പുറപ്പെടുവിച്ച മാക്സിമം ഇല്ലൂദ് എന്ന അപ്പസ്തോലിക ലേഖനത്തിൻ്റെ 100ാം വാർഷികം പ്രമാണിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയിൽ 2019 ഒക്ടോബർ മാസം അസാധാരണ മിഷൻ മാസമായി പ്രഖ്യാപിക്കുകയുണ്ടായി. 1ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരമായ കെടുതികളിൽപ്പെട്ട ലോക ജനതയെ സഹായിക്കാനുള്ള സഭയുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് ബെനഡിക്റ്റ് 15 പാപ്പ പ്രേക്ഷിത ദൗത്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച മാക്സിമം ഇല്ലൂദ് ജ്ഞാനസ്നാനത്തിലൂടെ സത്യവിശ്വാസം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ വിശ്വാസികളും ഈ വിശ്വാസം സാധ്യമായ രീതികളിലെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള കടമയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊളോണിയലിസത്തിൻ്റെ തേർവാഴ്ചയിൽ തമസ്കരിക്കപ്പെട്ട ദൈവവിശ്വാസവും മാനവികതയും സുവിശേഷ വെളിച്ചത്തിൽ പുനഃസ്ഥാപിക്കാൻ മാക്സിമം ഇല്ലൂദ് ഉപകരിച്ചുവെങ്കിൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും വാർത്താമാധ്യമങ്ങളുടെയും അതിപ്രസരത്തിൽ നിന്നും ദുർവിനിയോഗത്തിൽ നിന്നും ഇന്നത്തെ സഭയ്ക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരമായിട്ടാണ് സ്നാനപ്പെട്ട് അയക്കപ്പെട്ടവർ പ്രേക്ഷിത ദൗത്യവുമായി ക്രിസ്തുവിൻ്റെ സഭ ലോകത്തിൽ എന്ന ആപ്തവാക്യവുമായി അസാധാരണ പ്രേക്ഷിത മാസാചരണം പ്രഖ്യാപിച്ചതിലൂടെ ഫ്രാൻസിസ് പാപ്പ ലക്ഷ്യം വയ്ക്കുന്നത്. Da
Baptized and sent to the world. Baptized and sent to the world. Baptized and sent to the world to give the word. Here we are, here we are, here we are together to testify. Christ is love, Christ is life, Christ is hope, and Christ is for all. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് യേശുനാഥൻ പ്രഖ്യാപിച്ച തൻ്റെ ഈ ദൗത്യം ഉത്ഥാനാനന്തരം ശിഷ്യന്മാരിലൂടെ സഭയെ ഭരമേൽപ്പിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പെന്തക്കോസ്താ ദിനത്തിൽ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരുടെ വിശ്വാസം ദൃഢതരമായി. ശിഷ്യപ്രമുഖനായ പത്രോസ് ജെറുസലേമിൽ തിരുനാളിന് ഒരുമിച്ച് കൂടിയിരുന്നവരോട് ഉച്ചസ്വരത്തിൽ പ്രഖ്യാപിച്ചു, ഇസ്രായേൽ ജനം മുഴുവൻ കേൾക്കട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി. സഭയുടെ പ്രേക്ഷിത ദൗത്യം അവിടെ സമാരംഭിച്ചു. യേശുവിൻ്റെ കൽപ്പന ശിരസാ വഹിച്ച് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിച്ച അപ്പസ്തലന്മാർ വിശ്വാസ സമൂഹങ്ങൾക്ക് രൂപം നൽകി. ആദ്യ നൂറ്റാണ്ടുകളിലെ അതിക്രൂരമായ മതമർദ്ദന കാലത്ത് നിരവധി അപ്പസ്തലന്മാരും അസംഖ്യം വിശ്വാസികളും രക്തസാക്ഷിത്വം വരിച്ചും ക്രിസ്തുവിന് സാക്ഷ്യമേകി. തീർത്ഥകരാകാൻ പോകാം, സ്നേഹസാക്ഷികളാകാൻ പോകാം. തീർത്ഥകരാകാൻ പോകാം, സ്നേഹസാക്ഷികളാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. തീർത്ഥകരാകാൻ പോകാം, സ്നേഹസാക്ഷികളാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. മഹിമകൾ പാടാം, അനുജനെ നേടാം. തിരുവചനത്തിൽ നേർവഴി കാട്ടാം. കാണാക്കരകൾ, തീരാവഴികൾ, കാണാക്കരകൾ, തീരാവഴികൾ. കണ്ടറിഞ്ഞു പോകാം, സുവിശേഷമറിയിക്കാം. കണ്ടറിഞ്ഞു പോകാം, സുവിശേഷമറിയിക്കാം. സുവിശേഷമറിയിക്കാം, സുവിശേഷമറിയിക്കാം. തീർത്ഥകരാകാൻ പോകാം, സ്നേഹസാക്ഷികളാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം. ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം.
പ്രേക്ഷിത ഗണമാ ദൈവിക ജനമാ യേശുവിനൊപ്പം സാക്ഷികളാകാം തോരാ കണ്ണീർ മായ്ക്കും സ്നേഹം തോരാ കണ്ണീർ മായ്ക്കും സ്നേഹം പങ്കുവച്ചു പോകാം പുതുജീവനെ വീടാം പങ്കുവച്ചു പോകാം പുതുജീവനെ നേടാം പുതുജീവനെ നേടാം പുതുജീവനെ നേടാം തീർത്ഥകരാകാൻ പോകാം സ്നേഹസാക്ഷികളാകാൻ പോകാം തീർത്ഥകരാകാൻ പോകാം സ്നേഹസാക്ഷികളാകാൻ പോകാം ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം തീർത്ഥകരാകാൻ പോകാം സ്നേഹസാക്ഷികളാകാൻ പോകാം ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം ലോകമെങ്ങും സുവിശേഷത്തിൻ വാഹകരാകാൻ പോകാം Baptized and sent to the world. Baptized and sent to the world. Baptized and sent to the world to get the word. ആദ്യ നൂറ്റാണ്ടിൽ അറിയപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിച്ച് സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത സഭയിലെ ഏറ്റവും വലിയ മിഷനറി, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ പൗലോസ്, യഹൂദമതത്തോടുള്ള തീവ്രമായ സ്നേഹത്താൽ ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ട താർസൂസിലെ സാവൂളിന് ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ ഉദ്ധിതനായ യേശുവിൻ്റെ ദർശനം ലഭിച്ചപ്പോൾ മാനസാന്തരത്തിലേക്കും തുടർന്ന് അനന്യാസിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച് പൗലോസ് എന്ന നാമധേയത്തിലൂടെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. സുദീർഘവും ക്ലേശപൂർണവുമായ 3 പ്രേക്ഷിത യാത്രകളിലൂടെ ഏഷ്യ മൈനറിലും യൂറോപ്പിലും സുവിശേഷം പ്രഘോഷിച്ച പൗലോസ് കത്തുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും താൻ സ്ഥാപിച്ച സഭകളുടെ വിശ്വാസ സംബന്ധിയായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളിലൂടെ അവരെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ അപ്പൊസ്തലൻ എന്നാണ് വിശുദ്ധ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അഖിലാണ്ട കോടി ജീവകണത്തിനുള്ളിലും സ്നേഹനാളമായി വിളങ്ങും പ്രകാശമേ, മൂന്നായി ബ്രഹ്മബോധത്തിലേക സാരാംശമായി നിറയും പ്രപഞ്ച സത്യമേ, പിതാവായി പുത്രനായി പരിശുദ്ധാത്മസ്വരൂപനായി ത്രിത്വൈക ശക്തിയായി കുടികൊള്ളും പരമാത്മ ചൈതന്യമേ, വെട്ടുകാടമരുന്ന
അമരപ്രഭുവേ ക്രിസ്തുരാജപ്രഭുവേ വന്ദനം വന്ദനം ശതകോടി വന്ദനം ശ്രീപാദപീഠം ശരണം ശ്രീപാദപീഠം ശരണം തവ ശ്രീപാദപീഠം ശരണം കനകകളേപര ദർശനമരുളും ആത്മതപം ശരണം തവ മാർഗദീപം ശരണം ശ്രീപാദപീഠം ശരണം കാരുണ്യനയനം തുറന്നാലത്രയോ കഥനത്തിൻ കരിമേഘം മായും കാരുണ്യനയനം തുറന്നാലത്രയോ കഥനത്തിൻ കരിമേഘം മായും അവിടുത്തെ അനുഗ്രഹം തൂകുമ്പോഴല്ലയോ സുഹൃത സങ്കീർത്തനമുയരും അവിടുത്തെ അനുഗ്രഹം തൂകുമ്പോഴല്ലയോ സുഹൃത സങ്കീർത്തനമുയരും സ്നേഹത്തിൻ സ്വർഗസംഗീതം പാടും ആറ്റുനോറ്റു വരുന്നേ നമ്മെ സങ്കടങ്ങൾ ഒഴിക്കും തായേ കുമ്പിടുന്നേ നടിയൻ തവ പദകമലം ആറ്റുനോറ്റു വരുന്നേ നമ്മെ സങ്കടങ്ങൾ ഒഴിക്കും തായേ കുമ്പിടുന്നേ നടിയൻ തവ പദകമലം അഭയം തിരയും താപമോടെ ഹൃദയം കവിയും സ്തുതികളോടെ അരുളൂ സുകൃതമെന്നുമെന്നും അനുദിനമകമലരമരും സുകൃതിനീ എത്രയെത്ര ഭാഷകൾ എത്രയെത്ര വേഷങ്ങൾ അവിടുത്തെ സന്ദേശം തിരിച്ചറിഞ്ഞു എത്രയെത്ര ഭാഷകൾ എത്രയെത്ര വേഷങ്ങൾ അവിടുത്തെ സന്ദേശം തിരിച്ചറിഞ്ഞു എത്ര മനീഷകൾ എത്ര തത്വശാസ്ത്രങ്ങൾ അവിടുത്തെ സന്നിധി നൽകി എത്ര മനീഷകൾ എത്ര തത്വശാസ്ത്രങ്ങൾ അവിടുത്തെ സന്നിധി നൽകി കടലിൻ തിരമാല പാടി ഹരിതക്കേര നിരകളാടി കടലിൻ തിരമാല പാടി ഹരിതക്കേര നിരകളാടി വള്ളവും വലയും വിട്ട്
മനുഷ്യനെ നേടുന്ന മഹിതാത്മാക്കൾ പാടി. വള്ളവും മലയും വിട്ട് മനുഷ്യനെ നേടുന്ന മഹിതാത്മാക്കൾ പാടി. ഹൃദയത്തിനാഴത്തിൽ വലയെറിഞ്ഞാൽ സ്നേഹത്തിൻ മണിമുത്തുകൾ നേടാം. ഹൃദയത്തിനാഴത്തിൽ വലയെറിഞ്ഞാൽ സ്നേഹത്തിൻ മണിമുത്തുകൾ നേടാം. സ്നേഹത്തിൻ മണിമുത്തുകൾ നേടാം. കലയുടെ ചിലങ്കകൾ കണി കണ്ടുണർന്നു കഥക്കിൻ താളലയം. കഥക്കിൻ താളലയം. കഥക്കിൻ താളലയം. കലയുടെ ചിലങ്കകൾ കണി കണ്ടുണർന്നു കഥക്കിൻ താളലയം. കഥക്കിൻ താളലയം. കഥക്കിൻ താളലയം. വിത്തെറിഞ്ഞതാരോ വിളവെടുത്തതാരോ. വിത്തെറിഞ്ഞതാരോ വിളവെടുത്തതാരോ. വിത്തിനുടമയാരോ. വിത്തിനുടമയാരോ ആരാരോ. വചനം വിളയുന്ന നല്ല നിലത്തിലായി വിത്തു വിതച്ചതാരോ. ആ സത്യമറിഞ്ഞതാരോ ആരാരോ. സത്യമറിഞ്ഞതാരോ ആരാരോ. ബംഗറാമേളത്തിൽ കരചരണങ്ങൾ തൻ മോഹന നടനമയം. ബംഗറാമേളത്തിൽ കരചരണങ്ങൾ തൻ മോഹന നടനമയം. മോഹന നടനമയം. മോഹന നടനമയം. മോഹന നടനമയം. മോഹന നടനമയം. തകിലടി മേളം പാടിയാടി വരൂ ഗായകരേ ഗായകരേ. ഒറ്റക്കമ്പി തമ്പുരുവോടെ പാടിയാടി വരൂ നർത്തകരേ നർത്തകരേ. പാടിയാടി വരൂ ഗായകരേ ഗായകരേ. ഒറ്റക്കമ്പി തമ്പുരുവോടെ പാടിയാടി വരൂ. വിശ്വാസത്തിൻ ദീപമുയർത്തി മോക്ഷഗീതങ്ങൾ പാടി. വിശ്വാസത്തിൻ ദീപമുയർത്തി
മോക്ഷഗീതങ്ങൾ പാടി വിടരാൻ വെമ്പും പുതുനാമ്പുകളിൽ സ്നേഹപരാഗം ചൂടി വിടരാൻ വെമ്പും പുതുനാമ്പുകളിൽ സ്നേഹപരാഗം ചൂടി വിശ്വമാം വീണതൻ തന്ത്രികൾ വീട്ടി പ്രണവമന്ത്രാക്ഷരമുണർന്നു വിശ്വമാം വീണതൻ തന്ത്രികൾ വീട്ടി പ്രണവമന്ത്രാക്ഷരമുണർന്നു ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നിടുമി തിന്മതൻ വേരറുത്തെറിയാൻ ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നിടുമി തിന്മതൻ വേരറുത്തെറിയാൻ ദൈവസ്നേഹത്തിൽ നാളം പ്രേഷിതവർഷം ഇതു പ്രേഷിതവർഷം പ്രതിജ്ഞ ചെയ്യാ പുതിയ പ്രതിജ്ഞ ചെയ്യാ ദൈവത്തെ നേടാ ആ സ്നേഹത്തെ നേടാ പ്രേഷിതവർഷം ഇതു പ്രേഷിതവർഷം പ്രേഷിതവർഷം ഇതു പ്രേഷിതവർഷം പ്രേഷിതവർഷം ഇതു പ്രേഷിതവർഷം പ്രേഷിതവർഷം ഇതു പ്രേഷിതവർഷം Baptized and sent to the world. Baptized and sent to the world. Baptized and sent to the world to give the word. ആധുനിക യുഗത്തിൽ സഭയുടെ പ്രേഷിത പ്രവർത്തനത്തിൽ നിർണായകമായ പങ്കുവഹിച്ചത് സന്യാസ സഭകളാണ്. അപ്പസ്തോലിക പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിലും വിശ്വാസ സംരക്ഷണത്തിലും ശ്രദ്ധയൂന്നിയ സന്യാസ സഭകൾ യേശുവിൻ്റെ ശുശ്രൂഷയുടെ വിവിധ തലങ്ങൾ തങ്ങളുടെ മിഷനായി തിരഞ്ഞെടുത്തുകൊണ്ട് ലോകത്തിൽ ക്രിസ്തുവചനത്തിന് സാക്ഷ്യമേകി. വിശുദ്ധ തോമാസ് ലീഹയിലൂടെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സുവിശേഷം ശ്രവിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാരതമണ്ണിൽ സുവിശേഷ ചൈതന്യം പ്രസരിപ്പിച്ച ഭാരതത്തിലെ രണ്ടാമത്തെ അപ്പസ്തോലൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. സാർവത്രിക സഭ അസാധാരണ പ്രേക്ഷിതമാസം ആചരിച്ച ഈ കാലയളവിൽ വിശ്വാസദീപം നമുക്ക് കൈമാറിയ ആ പുണ്യചരിതനെ ഈ വേദിയിൽ അനുസ്മരിക്കാം. സ്പെയിനിലെ നൊവാറയിലുള്ള സേവ്യർ കൊട്ടാരത്തിൽ 1506 ഏപ്രിൽ 7 ജുവാൻ മരിയ ദമ്പതികളുടെ 6 മക്കളിൽ ഇളയവനായി ജനിച്ച ഫ്രാൻസിസ് കൊട്ടാരത്തിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി പാരീസിലെ പ്രശസ്തമായ സെന്റ് ബാർബറ കോളേജിൽ ചേർന്നു. പഠനത്തിൽ സമർത്ഥനും ഉന്നത പദവികളും ലക്ഷ്യം വച്ചിരുന്ന ഫ്രാൻസിസിൽ തൻ്റെ മുറിയിൽ പുതുതായെത്തിയ വിദ്യാർത്ഥിയും മുൻ സൈനികനുമായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ ചോദ്യമായ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം എന്ന ക്രിസ്തുവചനം പരിവർത്തനമുണ്ടാക്കി. തുടർന്ന് ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ ഈശോ സഭയ്ക്ക് രൂപം കൊടുത്ത ഫ്രാൻസിസ് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്ന ഭാരത മണ്ണിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിനായി പേപ്പൽ നൂൺഷിയോയായി നിയമിക്കപ്പെട്ടു. 1542 മെയ് 6 ഗോവയിലെത്തിച്ചേർന്ന അദ്ദേഹം ഗോവയിലെ പ്രേഷിത പ്രവർത്തനത്തിന് ശേഷം കേരളം, തമിഴ്നാട് തീരപ്രദേശങ്ങളിലേക്ക് തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. സ്നേഹത്തിൻ സന്ദേശം മിശിഹാദൻ സുവിശേഷം പാവങ്ങൾ പീഡിതരെല്ലാം രക്ഷ നേടും സത്വചനം സ്വർഗദൂതുമേറ്റുപാടി സ്നേഹരാജ്യം സ്ഥാപിച്ചാൽ മഹിതന്നിൽ കർത്താവിൻ പ്രിയരായി മാറിയിടും മഹിതന്നിൽ കർത്താവിൻ പ്രിയരായി മാറിയിടും
സ്നേഹത്തിൻ സന്ദേശം മിശിഹാതൻ സുവിശേഷം. പാവങ്ങൾ പീഡിതരെല്ലാം രക്ഷ നേടും സത്വചനം. സ്വർഗദൂതുമേറ്റുപാടി സ്നേഹരാജ്യം സ്ഥാപിച്ച മഹിതന്നിൽ കർത്താവിൻ പ്രിയരായി മാറിയിടും. മഹിതന്നിൽ കർത്താവിൻ പ്രിയരായി മാറിയിടും. പാടിടാം വാട്ടിടാം ദൈവകുമാരൻ മാനവജന്മമായി സങ്കടമകലുവാൻ. ആകുലപീഡിതർ രോഗികൾക്കെല്ലാം രക്ഷ നൽകിയിടുവാൻ യേശു പിറന്നു. പാടിടാം വാട്ടിടാം ദൈവകുമാരൻ മാനവജന്മമായി സങ്കടമകലുവാൻ. ആകുലപീഡിതർ രോഗികൾക്കെല്ലാം രക്ഷ നൽകിയിടുവാൻ യേശു പിറന്നു. ദൈവപുത്രനായ ഈശോയുടെ കഥകളാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് കഥകളാണോ? അല്ല. പിന്നെ അത് ദൈവവചനങ്ങളാണ്. ദൈവത്താൽ എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങളാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ യേശുവചനം എന്തായിരുന്നു? 5 അപ്പം കൊണ്ട് ഈശോ 5000 പേർക്ക് കൊടുത്തു. 5000 പേർക്ക് കൊടുത്തിട്ട് ബാക്കി എത്ര കുട്ട മിച്ചം വന്നു? 12 കുട്ട. അവൻ ദൈവം തമ്പുരാനാണ്. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം, ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ച ദൈവം. ആ കടലിനെയും അവൻ തന്നെ സൃഷ്ടിച്ചതാണ്. അതിന്റെ മുകളിൽ കൂടിയാണ് അവൻ നടന്നത്. ദൈവം തമ്പുരാന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് ഈ പ്രകൃതിയിലെ എല്ലാം ചലിക്കുന്നത്. ആ ദൈവം നമ്മുടെ രക്ഷകനാണ്. അവനിൽ നാം വിശ്വസിക്കണം. വിശ്വാസം വേണം. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ഒരു പിതാവ് മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? മക്കളെല്ലാവരും നല്ലവരാകണം, അവർ വലിയവരാകണമെന്ന്. ശരിയായ ഉത്തരം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും നല്ല മക്കളാണോ? അല്ല. നമുക്കെല്ലാവർക്കും ഓരോ കുഴപ്പങ്ങളുണ്ട്, കുറവുകളുണ്ട്. ആ കുറവുകളെല്ലാം മാറ്റിയെടുക്കാൻ നാം തയ്യാറാകണം. പണ്ട് ഞാനും കുഴപ്പക്കാരനായിരുന്നു. ഭൗതികമായ സമ്പത്തുകളിലും ലൗകികമായ സ്വപ്നങ്ങളിലും ഞാൻ ഭ്രമിച്ചിരുന്നു. ഒരിക്കലൊരു കുഷ്ഠരോഗിയെ ഞാൻ അറപ്പോടെ നോക്കി. അയാളുടെ പുറമൊന്ന് ചൊറിഞ്ഞു കൊടുക്കാൻ വിളിച്ചപ്പോൾ ഞാനൊന്നും മടിച്ചു. എന്നാൽ എന്റെ തെറ്റ് മനസ്സിലാക്കി ഞാനത് തിരുത്തി. മാത്രമല്ല, ഞാൻ പ്രായശ്ചിത്തവും ചെയ്തു. ആ കുഷ്ഠരോഗിയെ ഞാൻ കെട്ടിപ്പിടിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. കലഹിക്കുമോ? ഇല്ല. ഒരാൾ നിങ്ങളോടൊരു തെറ്റ് ചെയ്തുവെന്നിരിക്കട്ടെ, നിങ്ങൾ അവനോട് ക്ഷമിക്കണം. ക്ഷമിക്കുമോ? ക്ഷമിക്കും. വിശ്വാസികളുടെ എണ്ണം ദിനംപ്രതി എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എണ്ണത്തിലല്ല കാര്യം, അതിൽ അർത്ഥവുമില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതചര്യകളിലാണ്. നമ്മൾ സാമൂഹ്യ മര്യാദകൾ പാലിച്ച് വളരെ സത്യസന്ധരായും വിശുദ്ധരായും ജീവിക്കണം. എന്താ ഞാൻ പറയുന്നത് അനുസരിക്കുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടോ? അനുസരിക്കും. മറ്റൊരു കാര്യം, അത് വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്കോ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മക്കൾക്കെങ്കിലും അതുണ്ടാകണം. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടണം. ശരിയച്ഛാ. ഈ എളിയവൻ കൽപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഇതെന്റെ ഒരു കൽപ്പന തന്നെയാണ്. കർശനമായും കുട്ടികൾ പഠിച്ചേ പറ്റൂ. ഞങ്ങൾ അനുസരിക്കുവച്ചോ. നമ്മൾ കൊല്ലത്തൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ വിദ്യാഭ്യാസം കൂടാതെ ഓരോ ഗ്രാമത്തിൽ നിന്നും യോഗ്യരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ പരിശീലനം നൽകും. മാത്രമല്ല, അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ വൈദിക പരിശീലനത്തിന് ഗോവയിലേക്ക് അയക്കാനും ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുകൂടി, ഓരോ ക്രൈസ്തവ കേന്ദ്രങ്ങളിലും ഓരോ തലവന്മാർ വേണം. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശ്വാസികളെ വിളിച്ചു കൂട്ടുന്നതിനും
പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നതിനും അവരെ ചുമതലപ്പെടുത്തും. പാവങ്ങളുടെയും പാവികളുടെയും മോചനമാണ് ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പാപം ചെയ്യരുത്, പാവങ്ങളെ രക്ഷിക്കണം. നന്ദി പറഞ്ഞു കർത്താവിനെ സ്തുതിക്കാം. മോചനം പകർന്നു ദൈവം നമ്മെ രക്ഷിച്ചു. മാർഗദീപമേകിയെന്നും നമ്മെ പാലിച്ചു. അവനരുളും തിരുവചനം ഹൃദയത്തിൽ ചേർത്തിടുവിൻ. അവനേകും തിരുവഴിയിൽ അനുദിനവും നീങ്ങിടുവിൻ. 1000 പ്രകീർത്തനങ്ങളേറ്റു പാടുവിൻ. വാരുളി വിതറും വാനിടവും ഭൂമിയും അഖില ചരാചരവും തീർത്ഥമഹോന്നത പാലകനെ നിത്യം വാഴ്ത്തിയിടാം. വാരുളി വിതറും വാനിടവും ഭൂമിയും അഖില ചരാചരവും തീർത്ഥമഹോന്നത പാലകനെ നിത്യം വാഴ്ത്തിയിടാം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രേക്ഷിത യാത്രകളാണ് ഗോവ, കൊച്ചി, വെട്ടുകാട് ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ, കന്യാകുമാരി, നാഗപട്ടണം തുടങ്ങിയ തീരപ്രദേശങ്ങളെ സുവിശേഷവൽക്കരിച്ചത്. ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ശേഷം മലാക്കയിലേക്കും ജപ്പാനിലേക്കും പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ ഫ്രാൻസിസ് സേവ്യർ ചൈനയിലേക്കുള്ള യാത്രാമധ്യേ സാൻജിയൻ ദ്വീപിൽ വച്ച് 1552 ഡിസംബർ 3 സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. ആ മഹാത്മാവിന്റെ അക്ഷയ ശരീരം ഗോവയിലെ ബോം ജീസസ് ദേവാലയത്തിൽ ഇന്നും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 1622 ഗ്രിഗറി 15 പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. 1747 ബെനഡിക്റ്റ് 14 പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പൗരസ്ത്യ ദേശങ്ങളുടെ വിശുദ്ധ സംരക്ഷകനായും 1904 10 പിയൂസ് പാപ്പ അദ്ദേഹത്തെ വേദപ്രചാരക സംഘത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായും പ്രഖ്യാപിച്ചു. എത്ര കണ്ടാലും കൊതി തീരുകില്ലെന്റെ രാജാതിരാജ നിൻ രൂപം. എത്ര സ്തുതിച്ചാലും മതിയാകുകില്ലെന്റെ സ്വർഗീയ രാജ നിൻ നാമം. എത്ര കണ്ടാലും കൊതി തീരുകില്ലെന്റെ രാജാതിരാജ നിൻ രൂപം. എത്ര സ്തുതിച്ചാലും മതിയാകുകില്ലെന്റെ സ്വർഗീയ രാജ നിൻ നാമം. ആശ്രിതവത്സലനേ രാജ മംഗളദായകനേ ദീനദയാപരനേ നാഥാ ബന്ധുവരം തരണേ.
അക്ഷരി മന്ത്രവുമായി ഞാൻ നിൻ സ്തുതി പാടിടുന്നു. സുഹൃത സ്നേഹാക്ഷരി മന്ത്രവുമായി ഞാൻ നിൻ സ്തുതി പാടിടുന്നു. നാഥാ നിൻ പാദം കുമ്പിടുന്നു. എത്ര കണ്ടാലും കൊതി തീരുന്നില്ലെങ്കിൽ രാജാതിരാജാ നിൻ രൂപം. എത്ര സ്തുതിച്ചാലും മതിയാകുന്നില്ലെങ്കിൽ സ്വർഗീയ രാജാ നിൻ നാമം. ആശ്രിതവത്സലനേ രാജാ മംഗളദായകനേ. ദീനദയാപരനേ നാഥാ ബന്ധുവരം തരണേ. നിന്റെ കൃപാവര സൗഖ്യം ലഭിക്കും സ്വർഗമനോഹര മന്ദിരത്തിൽ. നിന്റെ കൃപാവര സൗഖ്യം ലഭിക്കും സ്വർഗമനോഹര മന്ദിരത്തിൽ. രാഗദീപാഞ്ജലി ഹൃദയവുമായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. രാഗദീപാഞ്ജലി ഹൃദയവുമായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നാഥാ പൊൻകരം ചുംബിക്കുന്നു. എത്ര കണ്ടാലും കൊതി തീരുകില്ലെന്റെ രാജാതിരാജാ നിൻ രൂപം. എത്ര സ്തുതിച്ചാലും മതിയാകുകില്ലെന്റെ സ്വർഗീയ രാജാ നിൻ നാമം. എത്ര കണ്ടാലും കൊതി തീരുകില്ലെന്റെ രാജാതിരാജാ നിൻ രൂപം. എത്ര സ്തുതിച്ചാലും മതിയാകുകില്ലെന്റെ സ്വർഗീയ രാജാ നിൻ നാമം. ആശ്രിതവത്സലനേ രാജാ മംഗളദായകനേ. ദീനദയാപരനേ നാഥാ ബന്ധുവരം തരണേ. Baptized and sent to the world. Baptized and sent to the world. Baptized and sent to the world to give the world. മാമോദീസ മുങ്ങിയ ഓരോ സ്ത്രീയും പുരുഷനും ഒരു മിഷനാണ്. സ്നേഹത്തിലായിരിക്കുന്നവർ ഒരിക്കലും നിന്നിടത്ത് തന്നെ നിൽക്കുകയില്ല. അവർ തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു കടക്കുന്നു. അവർ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുകയും മറ്റുള്ളവർ അവരിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ തങ്ങളെ തന്നെ മറ്റുള്ളവർക്കായി നൽകുകയും അങ്ങനെ ജീവദായകമായ ബന്ധങ്ങൾ പടുത്തുയർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വിശുദ്ധ ഗ്രന്ഥവായന നമുക്കിപ്പോൾ ശ്രവിക്കാം. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ.
നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ. ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിശുദ്ധരെ അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവിൻ. അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ. കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔദത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്കു പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊണ്ട് ഭാരതത്തിൽ ജീവകാരുണ്യ പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അഗതികളുടെ അമ്മ, കൊൽക്കത്തയിലെ മദർ തെരേസ, കേരള മണ്ണിൽ സുഹൃത ജീവിതത്തിലൂടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ അൽഫോൺസാമ്മ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, വിശുദ്ധ എവ്പ്രേസ്യാമ്മ, 2019 ഒക്ടോബർ 13 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ മറിയം ത്രേസ്യ. ഉത്തരേന്ത്യയിൽ മിഷൻ പ്രവർത്തനത്തിലായിരിക്കെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർന്ന സിസ്റ്റർ റാണി മരിയ, പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയിൽ നിന്നുമുള്ള വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള എന്നിവരുടെയും എല്ലാ മിഷണറിമാരുടെയും മാതൃക അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തെ പ്രഘോഷിക്കുന്ന ഒരു മനുഷ്യൻ നിർബന്ധമായും ദൈവത്തിൻ്റെ മനുഷ്യനായിരിക്കണം എന്ന മാക്സിമം ഇല്ലൂതിലെ വാക്കുകൾ നമുക്കെപ്പോഴും അനുസ്മരിക്കാം. Baptized and sent to the world. Baptized and sent to the world. Baptized and sent to the world to give the world. Here we are, here we are, here we are together to testify. Christ is love, Christ is life, Christ is hope, and Christ is for all. വിവിധ മതവിശ്വാസികളുടെ സംഗമവേദിയായ ക്രിസ്തുരാജസന്നിധിയിൽ സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് ഈ വർഷത്തെ ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷങ്ങൾക്ക് വിവിധ ആത്മീയാചാര്യന്മാരുടെ ആശംസകൾ ശ്രവിക്കാം. തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി ആദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. ക്രിസ്തുരാജ്യത്വ തിരുനാൾ മഹോത്സവം എല്ലാ വർഷവും അതിൻ്റെ എല്ലാവിധ മഹിമകളിലും കൊണ്ടാടുകയാണ്. ഈ വർഷവും അതുപോലെ ആ മഹോത്സവം ആത്മീയ സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുമ്പോഴാണ് എന്തും സാർത്ഥകമായി തീരുന്നത്. ദൈവത്തിൻ്റെ പേരിലുള്ള ആലയങ്ങൾ സാധാരണക്കാരുടെ മനസ്സുകളിൽ ചേരുമ്പോൾ അവിടെ നന്മകൾ ഉയർക്കുന്നു. ഒരു ദേവാലയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആവാസസ്ഥാനമാണ്, ദൈവത്തെ പ്രാർത്ഥിക്കുവാനുള്ള ഇടം. ദൈവവിശ്വാസമെന്ന് പറയുന്നത് മതത്തിൽ അധിഷ്ഠിതമാണ്. ഇന്ന് ദേവാലയങ്ങളും പലപ്പോഴും അങ്ങനെയാണ്. ദൈവവിശ്വാസത്തിലൂന്നി സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് അവർക്ക് സൗഖ്യവും ശാശ്വതമായ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുവാൻ കഴിയുമ്പോഴാണ് ഒരു ദേവാലയമെന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. മതം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എങ്കിൽ, മതവിശ്വാസം കുറേ ആളുകളുടെ കൂട്ടത്തിൻ്റെ പേരിലാണെങ്കിൽ, മതവിശ്വാസത്തിനപ്പുറത്ത്
എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് കൂട്ടുവാനുള്ള ശ്രമമാണ് ദേവാലയങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ മാദ്രേ ദേവൂസ് ദേവാലയം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ഒരുപോലെ എത്തിച്ചേരുന്ന സ്ഥലമാണ് വെട്ടുകാട് പള്ളി. 1544 വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറാൽ സ്ഥാപിതമായ ഒരു മഹത്തായ ആത്മീയ കേന്ദ്രം. ഇതിൻ്റെ പ്രസരിപ്പ്, ഇതിൻ്റെ ലാവണ്യം ലോകമൊത്തം വ്യാപിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള അനേകായിരങ്ങളാണ് ഓരോ വർഷവും തീർത്ഥാടനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. മുറിവേറ്റവരുടെ വേദനകൾ മാറ്റുവാൻ, രോഗികളുടെ ദുഃഖങ്ങൾ മാറ്റുവാൻ, സാധാരണക്കാരൻ്റെ സമാധാനമില്ലായ്മ മാറ്റുവാൻ, ജീവിതത്തിൽ നൈരാശ്യം ബാധിച്ചവരെ തിരിച്ചു കൊണ്ടുവരുവാൻ എല്ലാ നിലകളിലും ഈ ദേവാലയം ഒരു പ്രേരക ശക്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കേറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു ദേവസ്ഥാനമാണ് ഇവിടം. പല തവണകൾ ഇവിടെ വന്ന് സന്ദർശിക്കുവാനും പൊതുപരിപാടികളിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെയുള്ള അവസരമുണ്ടായിട്ടുണ്ട്. ഓരോ സമയവും ഇവിടെ എത്തുമ്പോഴും ഒരു തീർത്ഥാടനത്തിൻ്റെ അനുഭൂതിയാണ് ഈ ദേവാലയം എനിക്ക് പ്രദാനം ചെയ്യുന്നത്. മാദ്രേ ദേവൂസ് ദേവാലയം അതിൻ്റെ നന്മകൾ, വിശുദ്ധമായ പ്രകാശം എക്കാലത്തും എല്ലാവർക്കും ഒരുപോലെ നുകരുവാൻ, അനുഭവിക്കുവാൻ, അനുഗ്രഹം തേടുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മണക്കാട് വലിയ പള്ളി ചീഫ് ഇമാം അൽഹാജ് ഹാഫിസ് EP അബുബക്കർ അൽ ഖാസിബി. ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാനാജാതി മതസ്ഥരും ഒരുമിച്ച് കൂടുന്ന തിരുവനന്തപുരത്തെ അതിമഹത്തായ ഒരു പുണ്യ നഗരമാണ് വെട്ടുകാട് പള്ളി. സമത്വ സാഹോദര്യത്തിൻ്റെ സന്ദേശവാഹകരായ എല്ലാ മതക്കാരും അവരുടെ സാഹോദര്യവും സൗഹാർദ്ദവും കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് കൂടുന്ന ആ ഒരു പുണ്യഭൂമിയിൽ സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഈറ്റില്ലമായി മാറുന്ന നമ്മുടെ ധ്യാന കേന്ദ്രങ്ങൾ ലോകത്ത് സമാധാനം വിതയ്ക്കുന്ന മതചിഹ്നങ്ങളാണ്. എല്ലാ മതവും തത്വത്തിൽ ലോകത്ത് പഠിപ്പിക്കുന്നത് സമാധാനമാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഐക്യമാണ് മനുഷ്യനെ മനുഷ്യനായി കാണണം. മദീന പള്ളിയിൽ ക്രൈസ്തവ സഹോദരങ്ങൾ നിബിധങ്ങളുമായി പ്രവാചകനുമായി സ്നേഹസംവാദത്തിന് വന്നപ്പോൾ മസ്ജിദ് നബവിയുടെ ഉള്ളിലേക്ക് അവർക്ക് ഇരിക്കാനും അവിടെ ഇരുന്നു കൊണ്ട് സ്നേഹ സംഭാഷണം നടത്തുവാനും അവസാനം ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള സമയമെത്തിയപ്പോൾ ആ മസ്ജിദിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കുകയും മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത് നമസ്കരിക്കുകയും ക്രൈസ്തവ സഹോദരങ്ങൾ മറുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി നമസ്കരിക്കുകയും ചെയ്ത ആ ഒരു സന്ദേശം, ആ ഒരു സൗഹാർദ്ദമാണ് പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് വിഭാവനം ചെയ്യുന്നത്. അതുതന്നെയാണ് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്ന വെള്ളപ്പൊക്കവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പള്ളികൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ എത്രയോ ക്രൈസ്തവ ദേവാലയങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ജുമാ നമസ്കാരത്തിന് തുറന്നു കൊടുത്തു. അതേപോലെ മുസ്ലിം പള്ളികൾ എത്രയോ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അമ്പലത്തിൻ്റെ തിരുമുറ്റങ്ങൾ മറ്റുള്ള മതങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുത്തു. ഈ ഒരു ശാന്തിയും സൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവുമാണ് നമ്മൾ ഇതേപോലുള്ള തിരുനാൾ ആഘോഷങ്ങളിലൂടെയും പെരുന്നാൾ ആഘോഷങ്ങളിലൂടെയും എല്ലാ ഉത്സവങ്ങളിലൂടെയും നമ്മൾ ആഗ്രഹിക്കുന്നത്. സന്തോഷവും സമാധാനവും സൗഹാർദ്ദ അന്തരീക്ഷവും നിലനിർത്തുന്നതിന് ഇതേപോലുള്ള ഉത്സവങ്ങൾ അതൊരു മാതൃകയാകട്ടെ. അത് ലോകത്ത് എമ്പാടും ആ ഒരു സന്തോഷം നിലനിൽക്കട്ടെ. വെട്ടുകാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ അതിനോടനുബന്ധിച്ചുള്ള തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്ത എല്ലാ നാനാജാതി മതവിഭാഗങ്ങൾക്കും അനുഗ്രഹ ആശീർവാദങ്ങൾ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. വേദിയിലെ പ്രേക്ഷിത ദീപത്തിൽ നിന്നും ഇടവക വികാരി റവറൻഡ് ഫാദർ ജോസഫ് ബാസ്റ്റിൻ തെളിയിച്ചെടുക്കുന്ന പ്രേക്ഷിത പ്രഭ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലെ മെഴുകുതിരികളിലേക്ക് പകരുമ്പോൾ ഗായക സംഘം ദിവ്യ ചൈതന്യമേ മിഴി തുറക്കൂ എന്ന ഗാനം ആലപിക്കുന്നു.
തുറന്നിവർ കാത്തു നിൽക്കൂ. ഒരു തിരിവെട്ടമായി ഓരോ മനസ്സിലും സത്യപ്രകാശമായി നീ ജ്വലിക്കൂ. ദിവ്യ ചൈതന്യമേ വിഴി തുറക്കൂ. ഹൃദയം തുറന്നിവർ കാത്തു നിൽക്കൂ. ഒരു തിരിവെട്ടമായി ഓരോ മനസ്സിലും സത്യപ്രകാശമായി നീ ജ്വലിക്കൂ. വെളിച്ചമേ നീ നയിക്കൂ. വെളിച്ചമേ നീ നയിക്കൂ. വിശ്വമാകെ നീ തെളിക്കൂ. വിശ്വമാകെ നീ തെളിക്കൂ. വിശ്വമാകെ നീ തെളിക്കൂ. ഈ വെളിച്ചം നമ്മിൽ ചൊരിഞ്ഞ ചൈതന്യത്തോടെ ഈ വർഷത്തെ ക്രിസ്തുരാജ്യത്വ തിരുനാൾ യോഗ്യതയോടെ ആഘോഷിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സജ്ജരാക്കാം. തിരുനാൾ ദിനങ്ങളെയും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരെയും പരമപിതാവിന് സമർപ്പിച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന തൃപാദ ഭക്തരായ ഞങ്ങളെ സ്നേഹപൂർവ്വം കടാക്ഷിക്കണമേ. ഞങ്ങളുടെ തിരുനാൾ ഒരുക്കങ്ങളെല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, നല്ല കാലാവസ്ഥയിൽ ആത്മികവും മാനസികവും ശാരീരികവുമായ ഉന്മേഷവും നൽകി അനുഗ്രഹിക്കണമേ. ക്രിസ്തുവിനെ രാജാവായി വിശ്വസിക്കാനും ഏറ്റുപറയാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. പതാക ഉയർത്തൽ കർമ്മത്തിനായി ഇടവക വികാരിയും അൽമായ പ്രതിനിധികളും പ്രത്യേക വേദിയിൽ പ്രവേശിക്കുന്നു. പതാക ചരടിൽ ബന്ധിക്കുമ്പോൾ ഗായക സംഘം അസതോമ സദ്ഗമയ എന്ന ആർഷഭാരത മന്ത്രം ഉരുവിടുന്നു. Mrityuma
വർഷത്തെ ക്രിസ്തുരാജ്യത്തെ തിരുനാൾ ഭക്തിപൂർവം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന നമുക്ക് പൂർവസൂരികൾ കൈമാറിയ പ്രേക്ഷിത ദീപം ഒളിമങ്ങാതെ കാത്തു സൂക്ഷിക്കുമെന്നും മതം, ഭാഷ, വർഗവർണ്ണ വ്യത്യാസമില്ലാതെ ഭാരതീയരായ നാം എല്ലാം ഏകോദര സഹോദര തുല്യം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും സഹകരിച്ചും ഒരുമയിൽ ജീവിക്കാമെന്നും ക്രിസ്തുരാജ സമക്ഷം പ്രതിജ്ഞ ചെയ്യാം. പതാകയിൽ സ്പർശിച്ചുകൊണ്ട് പുരോഹിതൻ ചൊല്ലിത്തരുന്ന പ്രതിജ്ഞാവാചകങ്ങൾ നമ്മുടെ കൈകളിലെ മെഴുകുതിരികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ആൽഫയും ഒമേഗയും ആദിയും അന്തവുമായ ക്രിസ്തു രാജാവേ, അങ്ങ് എൻ്റെ ദൈവവും രാജാവുമാണെന്നും മനുഷ്യരെല്ലാം ദൈവമക്കളും സഹോദരി സഹോദരന്മാരാണെന്നും ഞാൻ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സേവനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച ക്രിസ്തു രാജ എന്റെ സഹോദരങ്ങളുടെ ഐക്യത്തിനും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ദൈവം സ്നേഹമാകുന്നു എന്നറിയുന്ന ഞാൻ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ അക്ഷീണം പ്രവർത്തിക്കുന്നതാണ്. അതിനായി ക്രിസ്തു രാജ അങ്ങയുടെ സ്നേഹത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊള്ളാമെന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. അറബിക്കടലിലെ തിരമാലകളെയും ആകാശവിതാനത്തിലെ നക്ഷത്രങ്ങളെയും ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ജനസഹസ്രങ്ങളെയും സാക്ഷി നിർത്തി ഈ ദേവാലയത്തിലെ 77ാമത് ക്രിസ്തു രാജ്യത്വ തിരുനാളിന് സമാരംഭം കുറിച്ചുകൊണ്ട് ഇടവക വികാരി റവറൻ ഫാദർ ജോസഫ് ബാസ്റ്റിൻ ആശീർവദിച്ച ക്രിസ്തുരാജ പതാക വാനിലേക്ക് ഉയർത്തുന്നു. വിളംബരം ചെയ്യുക തിരുനാൾ മതം. വിളിച്ചു പറയൂ വിശാലഭൂമി ക്രിസ്തുരാജ നന്മകൾ. ഉയരൂ ഉയരൂ പതാകേ, രാജകീയ പതാകേ, ഉന്മേഷമോടെ ഉന്മാദമോടെ മോഹങ്ങൾ വിരിയും വിഹായസേ.
രാജസ്നേഹവും നീതിസാരവും ധർമ്മഭൂമിയിൽ വളരട്ടെ. രാജസ്നേഹവും നീതിസാരവും ധർമ്മഭൂമിയിൽ വളരട്ടെ. യുവചേതനയാ ജീവശക്തി ആവേശം കൊണ്ടുണരട്ടെ. ഉയരൂ ഉയരൂ പതാകേ, രാജകീയ പതാകേ, ഉന്മേഷമോടെ ഉന്മാദമോടെ മോഹങ്ങൾ വിരിയും വിഹായസേ. ഉയരൂ ഉയരൂ പതാകേ, രാജകീയ പതാകേ, ഉന്മേഷമോടെ ഉന്മാദമോടെ മോഹങ്ങൾ വിരിയും വിഹായസേ. മോഹങ്ങൾ വിരിയും വിഹായസേ, മോഹങ്ങൾ വിരിയും വിഹായസേ. അണയുവിൻ അണയുവിൻ തീർത്ഥരെ നിങ്ങൾ എന്ന് തുടങ്ങുന്ന മാതൃതി ദേവോസ് ഇടവക ഗീതത്തോടുകൂടി ഈ വർഷത്തെ കൊടിയേറ്റ് കർമ്മങ്ങൾ സമാപിക്കുന്നു. അണയുവിൻ അണയുവിൻ തീർത്ഥരെ നിങ്ങൾ, അണയുവിൻ അണയുവിൻ തീർത്ഥരെ നിങ്ങൾ, ക്രിസ്തുരാജനെ വാഴ്ത്തുവിൻ. അനുഗ്രഹങ്ങൾ നേടുവിൻ, ആയിരം ഗീതങ്ങൾ പാടുവിൻ. അനുഗ്രഹങ്ങൾ നേടുവിൻ, ആയിരം ഗീതങ്ങൾ പാടുവിൻ. തീർത്ഥരെ നിങ്ങൾ, ക്രിസ്തുരാജനെ വാഴ്ത്തുവിൻ. കാറ്റിൽ മഴയിൽ കൊടുങ്കാറ്റിൽ ഭാരം വഹിക്കുമേശുവേ. കാറ്റിൽ മഴയിൽ കൊടുങ്കാറ്റിൽ ഭാരം വഹിക്കുമേശുവേ. രോഗികൾക്കു നീ ആശ്വാസം, പാപികൾക്കു നീ സങ്കേതം. രോഗികൾക്കു നീ ആശ്വാസം, പാപികൾക്കു നീ സങ്കേതം. വെട്ടുകാടിൻ അഭിമാനം തീർത്ഥരെ നിങ്ങൾ, ക്രിസ്തുരാജനെ വാഴ്ത്തുവിൻ. അമ്മയമേരിതൻ ഭവനത്തിൽ പള്ളികൊള്ളും രക്ഷകനേ. അമ്മയമേരിതൻ ഭവനത്തിൽ പള്ളികൊള്ളും രക്ഷകനേ. പാപവിനാശകനീശുവേ, കൃപാവരങ്ങൾ ചൊരിയണമേ. പാപവിനാശകനേശുവേ, കൃപാവരങ്ങൾ ചൊരിയണമേ. രോഗികൾക്കു നീ ആശ്വാസം, പാപികൾക്കു നീ സങ്കേതം. രോഗികൾക്കു നീ ആശ്വാസം, പാപികൾക്കു നീ സങ്കേതം. വെട്ടുകാടിൻ അഭിമാനം തീർത്ഥരെ നിങ്ങൾ, ക്രിസ്തുരാജനെ വാഴ്ത്തുവിൻ.